ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഗുജറാത്തിലാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ പോയി ഇറങ്ങിയത് വഡോദര സ്റ്റേഷനിൽ നിന്ന് വേറൊരു ട്രെയിൻ എടുത്തിട്ട് നമ്മൾ വന്ന് എക്ത സ്റ്റേഷനിലാട്ടോ. എക്ത പറഞ്ഞ ഒരു സ്റ്റേഷൻ, ലാസ്റ്റ് സ്റ്റേഷനാണ്. മനോഹരമായിട്ടുള്ളൊരു സ്റ്റേഷനാട്ടോ, ഭയങ്കര നീറ്റാണ്. ഗുജറാത്തിൽ തന്നെ സൂപ്പറായിട്ട് ഒരു എന്താ പറയുക, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, നമ്മുടെ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ട്രെയിൻ. ഈ ട്രെയിൻ ഇവിടെയോടെ അവസാനിച്ചു കേട്ടോ. ഇറങ്ങിയ ദിവസം നല്ലൊരു മഴയുണ്ടായിരുന്നു. റെയിൻബോ നോക്കി വളരെ വളരെ ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഞങ്ങളന്ന് ഇറങ്ങിയപ്പോൾ നല്ലൊരു കൂളായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഈ ട്രെയിൻ ഇവിടെ അവസാനിച്ചു. റെയിൽവേ സ്റ്റേഷനൊക്കെ മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, സൂപ്പറാട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഈ കാണാൻ വരുന്ന ആൾക്കാർ മാത്രമാണ് ഈ ട്രെയിനിൽ വരിക. ലാസ്റ്റ് സ്റ്റേഷനാണ് എക്ത സ്റ്റേഷനാണ്. എക്ത സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാഗൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, നമുക്ക് പോയിട്ട് ഫ്രഷ് ആവാം. വലിയ തിരക്കൊന്നുമില്ല. ഈ സ്റ്റേഷനിൽ വേറെ ട്രെയിൻസ് ഒന്നുമില്ല. ഈ സ്റ്റേഷനിൽ ലാസ്റ്റാണ്. ഞാനും ചന്ദ്രേട്ടനും കൂടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പുള്ളിക്ക് ഇവിടെ സ്ഥലം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഗുജറാത്തിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് വന്നു, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഈ സ്റ്റേഷനിൽ കൂടെ നടന്നു പോകട്ടെ. നല്ലൊരു മനോഹരമായിട്ടുള്ള സ്റ്റേഷൻ. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്രയും നീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടൈൽസാട്ടോ ഇട്ടിരിക്കുന്നത്. വഴുക്കും, എനിക്ക് സ്ലിപ്പായി. അത്രയും നീറ്റാണ്. ഈ കാണുന്ന 3 ബാത്റൂംസ് ഉണ്ട്. ഈ ബാത്റൂമിൽ പോയി നമുക്ക് ഫ്രഷ് ആവാം. ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റും. നേരെ നമ്മൾ പോകുന്നത് സിറ്റി ഓഫ് യൂണിറ്റി. ഓക്കെ, സ്റ്റേഷൻ നോക്കി എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ ട്രെയിൻ ഇവിടെ വരെ, ഈ ട്രെയിൻ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും രാത്രി ഉണ്ട്. മോർണിംഗ് നമ്മളൊരു 7 മണിയാകുമ്പോഴേക്കും നമ്മളിവിടെ എത്തും. നമ്മൾ ലഗേജ് വെക്കാൻ വേണ്ടി പോകട്ടെ. നോക്കിയാൽ സ്റ്റേഷനിൽ വല്ലഭായ് പട്ടേൽ ഒരുപാട് സംഗതികൾ ഈ നാടിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കുറേ ഹിസ്റ്ററീസൊക്കെ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ശരിക്കും നമുക്കൊരു ഫീൽ, എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ വന്നതിൻ്റെ ഒരു ഫീലാട്ടോ. അത്രയും നല്ല മനോഹരമായിട്ടില്ല. കാരണം ഇവിടെ വേറെ അതൊന്നുമില്ല. അപ്പോൾ അത്രയും തിരക്കില്ലാത്ത സ്റ്റേഷനായി പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു എയർപോർട്ടിൻ്റെ ഒക്കെ ഒരു ഫീലാണ് നമുക്കൊരു വരുന്നത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നോക്കി എന്ത് മനോഹരമായിട്ടോ. റിയൽ ക്യാമറ, സാധാരണ ഒരു ക്യാമറ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. വേറെ ഒന്നും എഡിറ്റ് ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല. പുറത്തത്തെ ക്ലൈമറ്റ് നോക്കി, ആ മലപ്രദേശം കണ്ടോ, അവിടെയാണ് നർമ്മദ നദിയുടെ തീരത്ത് സെൻറ്ററിലാണ് ഈ പ്രതിമ വെച്ചിരിക്കുന്നത്. 3000 കോടി അങ്ങനെ എന്തോണം ചിലവാക്കിയിട്ടാണ് ഈ പ്രതിമ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ഒരുപാട് ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. കാരണം സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ്സുണ്ട്. അതല്ലെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോ കിട്ടും. ഓട്ടോയിൽ നമുക്ക് പോവാം. ബസ് ഫ്രീ ആണ്, അവിടേക്ക് ഫ്രീ ആണ്. ഡെയിലി ഒരു ഈവനിങ് ഒരു 6 o'clock വരെ നമുക്ക് ഈ ബസ് അവൈലബിൾ ആണ്. ബസ്സിൽ പോകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് പോകാൻ പറ്റും. നോക്കിയാൽ എക്ത നഗറിലാണ് നമ്മളത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭംഗി നോക്കി എന്ത് രസം അറിയോ. ബസ് ഇപ്പോൾ നമുക്ക് ഇവിടെ വരും കേട്ടോ. നമ്മളിവിടെ നിന്നാൽ മതി. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ടാക്സിയൊക്കെ ഉണ്ട്. ടാക്സിയൊക്കെ നല്ല ചിലപ്പോൾ ചാർജ് വാങ്ങിക്കും, നമുക്കത്ര അറിയില്ല. ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ ബസ് ഉണ്ട്. ആ ഇലക്ട്രിക് ബസ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് പറയാൻ വയ്യ കേട്ടോ. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഫുള്ള് ലാൻഡ്സ്കേപ്പിംഗ്, ഫുൾ ടൈൽസൊക്കെ ഇട്ടിട്ട് എന്ത് മനോഹരമായിട്ടില്ല. നോക്കി സ്കൈ ഒക്കെ നോക്കി എന്ത് രസമാണ്. കാരണം ഇവിടെ ഡസ്റ്റ് ഒന്നുമില്ല, വണ്ടികളൊന്നും ഒരുപാട് ഓടുന്നില്ല. ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വരുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റേഷനും ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തൊരു ബസ് വരും. ബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബസ്സിലോട്ട് കയറി പോകാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന അവിടേക്ക് വരില്ല. അത് ആ ലൈനിൽ, യെല്ലോ ലൈനിൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ലാസ്റ്റ് എൻഡ് കറക്റ്റായിരിക്കും. നമ്മൾ അവിടെ പോയിട്ട് ഓടിപ്പോയി കയറണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ സ്ഥലം അല്ലാണ്ട് വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വഴിയിൽ തടുത്ത് കഴിഞ്ഞാൽ നിർത്തി തരില്ല. ഇത് കണ്ടല്ലോ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ബസ്. നമുക്ക് ഇതിനുള്ളിൽ കയറി AC ബസ്സാണ്, എവിടെ വേണമെച്ചാൽ ഇരിക്കാം. സേഫായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി. ഞാൻ ഫ്രണ്ടേജിൽ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന സ്ഥലം തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ മിലിറ്ററിയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. അത് കാരണം തന്നെയാണ് പ്യുവറായിട്ട് എല്ലാ സാധനങ്ങളും, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും കിടക്കാൻ പാടില്ല, ചെടി വയ്ക്കാൻ പാടില്ല, ഒക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ടാണ്
ഈ ഗൾഫിൽ രാജ്യത്തൊക്കെ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ബസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്റ്റോപ്പ് ബോർഡിൽ സ്റ്റോപ്പ് ചെയ്യും, ആൾക്കാർ എടുക്കുന്ന സ്ഥലത്ത് മാത്രമേ നിർത്തുള്ളൂ, പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് നിർത്തുന്നത്. കറക്റ്റായിട്ട് പോകുന്ന സ്ഥലങ്ങൾ നോക്കി എന്തും ഭംഗിയായിട്ടൊരു മെക്ഡൊണാൾഡ്സ് എല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനുള്ള ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അവിടെ മീൻസ് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അവിടെ കുറച്ചേ ഉള്ളൂ, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഇവിടുന്ന് കഴിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഫുഡ് പഴം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കയ്യിൽ വെക്കുക. പോകുന്ന സ്ഥലം നോക്കി എന്ത് ഭംഗിത, മൂപ്പരുടെ പ്രതിമ അങ്ങനെ നിൽക്കുന്നുണ്ട്. നദിയുടെ സെൻറ്ററിലാട്ടോ. രണ്ട് പേര് വെള്ളം വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തു കൂടിയാണ് ഈ പ്രതിമയുടെ രണ്ട് ഭാഗത്തു കൂടിയാണ് ഡിവൈഡ് ചെയ്തിട്ട് വെള്ളം പോകുന്നത്. ഇത് നമ്മൾ കാണുമ്പോൾ ഇത്രയും ഏകദേശം ഒരു 10-20 നില മീൻസ് അത്രയും ഹൈറ്റിലാണ് ഈ ബിൽഡിങ് ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പുള്ളി ഇവിടെ എത്രയോ എന്തൊക്കെയോ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വല്ലഭായ് പട്ടേൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മോദിജി ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, വലിയൊരു നദി കേട്ടോ, നർമ്മദ നദിയുടെ സെൻറ്ററിലാട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. വാട്ടറൊക്കെ പ്യുവർ വാട്ടർ ആട്ടോ, അടിപൊളി വാട്ടറാണ് ഇതിൽ. ഫുള്ള് ആ കാണുന്ന മൊത്തം ഫോറസ്റ്റ് ആട്ടോ, ഫോറസ്റ്റ് സെൻറ്ററിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. റോഡൊക്കെ പക്ക പറഞ്ഞാൽ പക്കയാണ്. ഏകദേശം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തിയിട്ടോ. ആ ബ്രിഡ്ജ് കണ്ടോ, ആ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ നമുക്ക് പോകേണ്ടത്. നമ്മളിവിടെ എത്തി, ഈ ബസ്സിലാണ് വന്ന് ഇറങ്ങിയത്. നമ്മൾ അതാണല്ലോ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോയപ്പോൾ കുറേ കടകളൊക്കെ ചെറിയ തട്ടുകട മാതിരി കുറേ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഫുഡൊന്നും ഇവിടെ കിട്ടില്ല. ചിലപ്പോൾ അവിൽ നനച്ചത് അങ്ങനെയൊക്കെ കേട്ടോ ഉള്ളത്. ചെറിയ ഭക്ഷണങ്ങളാണ്, ചെറിയ ബ്രെഡ് ജാം അങ്ങനെയൊക്കെ കേട്ടോ. വലിയ ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ കഴിച്ചു. നോക്കിയാൽ ആ ബസ് പിന്നെ അടുത്ത് ഇത് കണ്ടിട്ട് ബാക്കി നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. ആ ബസ്സിൽ അവർ കയറിയിട്ട് പോവും. ഇത്രേ ഉള്ളൂ. ചെറിയ വാനിലാട്ടോ നമ്മൾ ഈ ഫുഡൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ചത് ജസ്റ്റ് വേറെ ഒന്നുമില്ല, അവിൽ നനച്ചാട്ടോ. നോക്കിയാൽ മഞ്ഞ കളറിലെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അവിൽ നനച്ചത് വെച്ചിട്ടുണ്ട്, കടുകൊക്കെ വറുത്തിട്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റ് 20 rupees എന്തോ ഉള്ളൂ, മതി. നമ്മൾ തൽക്കാലം വയറൊക്കെ നിറഞ്ഞു. അതിന് ശേഷം നമ്മൾ ടിക്കറ്റ് കൗണ്ടർ എടുത്തിട്ട് ഒരാൾക്ക് ഏകദേശം ഒരു 200 സംതിങ് 300 സംതിങ് 345 ആട്ടോ, സോറി, അത്ര വരുന്നുണ്ട് ഇതിനുള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതാ കാണുന്ന പ്രതിമയാണ്. ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് നമുക്ക് മൊത്തത്തിലൊന്ന് കാണാൻ പറ്റും. അത്രയും വ്യൂ. അതിൻ്റെ മുകളിൽ പുള്ളിയുടെ തല വരെ നമുക്ക് കയറി പോകാൻ പറ്റും. ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റിൽ കൂടെയാണ് പോകുന്നത്. കണ്ടോ, അതിന് മുകളിലേക്ക് മൂപ്പരുടെ തലയുടെ അവിടെ വരെ നമുക്ക് ലിഫ്റ്റ് ഉള്ളിൽ കൂടെ ചെയ്തിട്ടുണ്ട്. എൻട്രി ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നമ്മൾ നേരെ അതിനുള്ളിൽ പോയി ആ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. അവിടെ അണ്ടർ മിലിറ്ററിയുടെ ഇതിലാണ് നമുക്ക് പ്രവേശനം ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ചാടിക്കയറി ഒന്നും പോകാൻ പറ്റില്ല. ഇതിൽ കൂടെ തന്നെ അവർ പറഞ്ഞ ഈ ലൈനിൽ കൂടെ തന്നെ നമുക്ക് പോകണം. അപ്പുറത്തും കൂടെ ഒന്നും പോകാൻ പറ്റില്ല. അത്രയും സേഫായിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. വെളിരാജ്യത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് എങ്ങനെയാണ് റൂൾസ് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ മാക്സിമം പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കച്ചറ കാണിക്കാണ്ടിരിക്കുക, ഏറ്റവും നല്ലത് അതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും കച്ചറ കാണിച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് പോലും കയറ്റില്ല. ടിക്കറ്റ് എടുത്താൽ പോലും അവർ കയറ്റില്ല. അത് അങ്ങനെ ഒരു ഇതുണ്ട്. കണ്ടില്ലേ, ബസ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബസ് തിരിച്ച് വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയി വിടും. ഫ്രീ ആണ് ഈ ബസ്സിൽ പോകുന്നത്, ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ബസ്സുള്ളപ്പോൾ നമ്മൾ വെറുതെ ടാക്സി ഒന്നും എടുത്ത് വരേണ്ട ഒരു ആവശ്യമില്ല. ഈ ആളുകളൊക്കെ അതാ പോകുന്നത്. ഇവിടെ ബാത്റൂം അവൈലബിലിറ്റി ഉണ്ട്, ബാത്റൂമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ അവില്, മിച്ചർ, ഇങ്ങനത്തെ ഐറ്റംസ് ആട്ടോ. ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. തണ്ണിമത്തൻ, പിന്നെ കടല മസാല ഇട്ടത്, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിക്കാം. കടകളൊക്കെ കുറച്ച് തുറക്കണുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ് അങ്ങനെ വെക്കുന്ന ചെറിയ കടകളും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ എവിടെ പോയാലും ഉണ്ടാവില്ല. ക്യാപ്പൊക്കെ നല്ല ക്യാപ്പാട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഈ പോകുന്ന ഈ ഒരു ഗ്യാപ്പിൽ അവരിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയൊക്കെ നമ്മൾ പോവുക, ഒരു രസം അത്രേ ഉള്ളൂ. കണ്ടില്ലേ, അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളിൽ പോകട്ടോ. വീൽ ചെയർ ഉണ്ട്, വീൽ ചെയർ വയ്യാത്ത ആൾക്കാർക്ക് ഒരുപാട് വീൽ ചെയർ ഉണ്ട്, അവർക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ലൈനിൽ കൂടെ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ലേഡീസ്, ജെൻറ്റ്സ് അങ്ങനെ സെപ്പറേറ്റ് ഉള്ളിൽ പോകുമ്പോൾ ചെക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ബോഡി ചെക്കിംഗ് ഒക്കെ ഉണ്ട് ഉള്ളിൽ, സ്കാൻ ചെയ്ത് ചെക്കിംഗ് ഉണ്ട്. അതിനുശേഷം നേരെ ഉള്ളിൽ പോയപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു ബഗ്ഗി കിട്ടി. ആ ബഗ്ഗിയിൽ ഞാൻ യാത്ര ചെയ്യാം കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് 2 ആളും മുന്നിൽ പോയിരുന്നു, അവരെ കാണുന്നില്ല. അപ്പോൾ അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിങ്ങനെ പോകട്ടോ ആ വണ്ടിയിൽ.
ഒരു നേരെ ഫ്രണ്ടിൽ പോയി ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോയി ഇറങ്ങി. അതിനുശേഷം എക്സ്കലേറ്റർ ആട്ടോ മൊത്തം ഇതിന് മുകളിലോട്ട് എത്തുന്ന വരെ എക്സ്കലേറ്ററും ലിഫ്റ്റുമാണ്. നോക്കിയാൽ എത്ര വലിയ പ്രതിമ അറിയും, എൻ്റെ അമ്മ ഒന്നും ഭയങ്കര രസമായിട്ട്. താഴെ കൂടെ പോയി കഴിഞ്ഞാൽ ലിഫ്റ്റിൽ കയറി ആളുടെ തല വരെ നമുക്ക് പോവാം. ആ തലയുടെ മേളിൽ പോയി മൂപ്പരെ തലയുടെ അവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കാണും. വലിയ എസ്കലേറ്റർ ആട്ടോ. നോക്കിയാൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മുകളിലേക്ക്. കൈ അവിടെ പിടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ആളുടെ കാലിൻ്റെ ഒരു വലിപ്പം നോക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യനൊന്നും അതിൻ്റെ അടുത്ത് കൂടെ ഒന്നുമല്ല. എൻ്റെ പൊന്നു ഭയങ്കര ഹൈറ്റാട്ടോ. നോക്കിയാൽ 2 ആൾക്കാർ നടന്നു വരുന്നുണ്ട്. അയാളുടെ വിരലിൻ്റെ വലിപ്പം കൂടി ഞങ്ങളില്ല, അത്രയും ഫേമസ്. നല്ല നീറ്റാട്ടോ, നീറ്റ് പറഞ്ഞാൽ അത്രയും നീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാ നർമ്മദ നദി നോക്കി പോകുന്നത് ആ സെൻറ്ററിലാണ് ഇത് ഉണ്ടാക്കി. 2 സൈഡിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ഒരുപാട് വലിയ പ്രൊജക്റ്റാട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ആ നദിയുടെ ആ അറ്റത്ത് നർമ്മദ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്ന് എഴുതിയിട്ടുണ്ട്. രാത്രി ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. നമുക്കത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഉച്ചയോട് കൂടി നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങളൊക്കെ അത് വരുന്ന സമയത്ത് എന്തായാലും ഒന്ന് കാണുക. നല്ലൊരു കാഴ്ചയാണ്. മുകളിലൊക്കെ പോയി നിന്ന് കാണുമ്പോൾ എന്താ ഭംഗിയാണോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഗുജറാത്തിൽ വരുമ്പോൾ ജസ്റ്റ് എക്താ നഗറിലേക്ക് വന്നിട്ടൊന്ന് കാണുക.